അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ദർസിൽ ഹദീസ് പഠനത്തിൽ മുമ്പുള്ളതുപോലെ തന്നെ ഒരു ചെറിയ ഹദീസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ ചെറിയ ഹദീസുകൾ സെലക്ട് ചെയ്യാൻ കാരണം പെട്ടെന്ന് പഠിക്കാനും മനഃപ്പാഠമാക്കാനും എളുപ്പമാകാൻ വേണ്ടിയാണ്. അല്ലാഹു തആല ഹദീസുകൾ മനഃപ്പാഠമാക്കാനും അത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഇന്നത്തെ ഹദീസ് عن عمرو بن شعيب رضي الله عنه عن أبيه عن جده رضي الله عن النبي صلى الله عليه وسلم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തൻതിഫു ശൈബ ഫഇന്നഹു നൂറുൽ മുസ്ലിമി യൗമൽ ഖിയാമ. ലാ തൻതിഫു ശൈബ, നരച്ചത് നിങ്ങൾ പറിച്ചു കളയരുത്. മുടി, താടി, രോമങ്ങളിൽ നിന്ന്, മുടിയായാലും താടിയായാലും ഒക്കെ അതിൽ ഒരു പ്രായമെത്തുമ്പോൾ നമ്മുടെ മുടി നരച്ചു പോകും. ആ സമയത്ത് ആ നരച്ച മുടി മാത്രം എടുത്ത് പറിച്ചു കളയുന്നത് ചിലരുടെ സ്വഭാവമാണ്. നമ്മുടെ മുടി നരച്ചത് ആരും അറിയരുത് എന്ന് കരുതി അതെടുത്ത് കളയുന്നത് സ്വാഭാവികമായിട്ടും ചിലർ ചെയ്യാറുള്ള കാര്യമാണ്. എന്നാൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ നരച്ച മുടി എടുത്ത് കളയരുത്, പറിച്ചു കളയരുത്. ഫഇന്നഹു നൂറുൽ മുസ്ലിമി യൗമൽ ഖിയാമ, കാരണം അത് ഖിയാമത്ത് നാളിൽ മുസ്ലിമായ മനുഷ്യന്റെ പ്രകാശമാണ്. മുസ്ലിമായ മനുഷ്യനുള്ളൊരു പ്രകാശമാണ്, നൂറ് ആണ് ഈ നരച്ച മുടി. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഒഴിവാക്കി കളയരുത്. ആ പറഞ്ഞതിന്റെ താല്പര്യം അല്ലെങ്കിൽ ആ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്, നമുക്ക് ആ നരച്ച മുടി വരുമ്പോൾ അത് നമ്മൾ പറിച്ചെടുത്ത് ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഖിയാമത്ത് നാളിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള നൂറ് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ ഹദീസിൽ നിന്നുള്ള സൂചനകൾ അതാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് മുടി നരച്ചാൽ ആ നരച്ച മുടി അവിടെ തന്നെ ഇരിക്കട്ടെ, അത് പറിച്ചു കളയാൻ പാടില്ല. പിന്നെ അത് മാത്രം, പിന്നെ മറ്റൊരു കാര്യമുണ്ട്. നരച്ച മുടി നമുക്ക് വെളുപ്പ് പുറത്ത് കാണുന്നത് മടിയുണ്ടെങ്കിൽ അതിന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു മാർഗം അതിന് ചായം പൂശലാണ്. മൈലാഞ്ചി പോലെയുള്ള ചായം പൂശലാണ്. കറുപ്പ് ചായം പൂശാൻ പാടില്ല എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പ അബൂ ഖുഹാഫയെ മക്ക ഫത്ഹിന്റെ ദിവസം റസൂലുള്ളാഹിന്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ താടിയും മുടിയൊക്കെ വെളുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചായം പൂശണം, പക്ഷെ കറുപ്പ് നിങ്ങൾ ഒഴിവാക്കിയേക്ക്, കറുപ്പ് പൂശണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോ താടിയോ മുടിയൊക്കെ നരച്ചാൽ അതിന് മൈലാഞ്ചി ഇടാവുന്നതാണ്. പ്രത്യേകിച്ച് താടിയൊക്കെ നിരക്കുമ്പോൾ പലരും കറുപ്പ് പൂശാൻ തയ്യാറാവാറുണ്ട്. അത് ഒരിക്കലും പാടില്ല. കറുപ്പ് ചായം പൂശരുത്. മൈലാഞ്ചിയോ മറ്റൊക്കെ പൂശിയിട്ട് കളർ മാറ്റുന്നതുകൊണ്ട് വിരോധമില്ല. ഏതായാലും ആ മുടി, നരച്ച മുടി അത് പറിച്ചു കളയരുത്, അത് അവിടെ തന്നെ നിലനിർത്തുക. ഖിയാമത്ത് നാളിൽ നമുക്കുള്ള പ്രകാശമാണ്. അല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കൽപ്പന ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.